നമസ്കാരം. ഞാൻ അജൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുജമാറ്റം. വരുന്ന 2024 വർഷം ഫെബ്രുവരി മാസം 5-ാം തീയതി രാത്രി 10 മണിക്ക് മകരത്തിലോട്ടാണ് കുജന്റെ സഞ്ചാരം. മാർച്ച് 15-ാം തീയതി വരെ 40 ദിവസം കാലയളവാണ്. അപ്പോൾ ഈ കുജന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഉച്ചഭാവത്തി വരെയാണ്. അത് 1.5 കൊല്ലത്തിലേക്ക് എങ്ങനെ സംഭവിക്കുള്ളൂ. കുജന്റെ സഞ്ചാരം മകരത്തിൽ ഉച്ചഭാവത്തിൽ. അപ്പോൾ ഇതിലൊരു 3 രാശിക്കാർക്ക് വളരെ ഗുണഫലം ചെയ്യുന്ന സമയമാണ് ഈ 40 ദിവസം. അതായത് 2024 വർഷം ഫെബ്രുവരി മാസം 5-ാം തീയതി മുതൽ മാർച്ച് 15 വരെ. ആദ്യം മീനരാശിക്കാർക്ക് പുരുട്ടാതി കാല് ഉത്രട്ടാതി രേവതിവർക്കാണ് 11 വരുന്നത് കുജൻ. ഇപ്പൊ 2-ാം ഭാവാധിപനായ കുജൻ 11 വരുന്നത് വളരെ പ്രത്യേകതയാണ്. അതിങ്ങനെയും പറയാം, 2 9-ാം ഭാവാധിപനായ കുജൻ 11 വരുന്നത് ഉച്ചസ്ഥായിട്ട് വരുന്നത് വളരെ ഗുണഫലം ശ്രദ്ധിക്കുന്ന സമയമാണ് 40 ദിവസം. അപ്പൊ എങ്ങനെ പറയാം ഇതിന്? ഇപ്പൊ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഒരു ജോലി അന്വേഷിച്ച് നിൽക്കുന്നവരാണെങ്കിലും ഇപ്പൊ സഞ്ചാരം ജലരാശിയാണ്. ഇതിലൊരു പ്രത്യേകത, കുജൻ എന്ന് പറയുന്നത് അരസാംഗ ഗ്രഹവുമായിട്ടൊക്കെ, അതായത് അരസാംഗ ഗ്രഹം എന്ന് പറയുന്ന സൂര്യനുമായിട്ടൊക്കെ വളരെ മിത്രമാണ്. അപ്പം കാലചക്രത്തിൽ 10-ാം ഭാവത്തിൽ കുജൻ വരുന്നത് ചില മാറ്റങ്ങൾ സംഭവിക്കും ലോകമൊട്ടാകെ. അതായത് പുതിയ അധികാരം വരാനോ അധികാര കൈമാറ്റം സംഭവിക്കാനോ. 11-ൽ ശനി നിൽക്കുന്നതുകൊണ്ട് കാലചക്രത്തിന്റെ 10-ലും 11-ലും 2 ഭാവഗ്രഹം നിൽക്കുന്നത് അത് ഒരു ഉച്ചനും ഒരു സ്വച്ഛനും എന്ന് പറയും. ഇങ്ങനെ വരുന്ന വളരെ പ്രത്യേകതയാണ്. അതായത് മാറ്റം ഏത് രാജ്യങ്ങളിലാണെങ്കിലും അധികാര കൈമാറ്റം നടക്കാനോ പുതിയ ഒരു സംവിധാനം നിലവിൽ വരാനോ. ഭൂമി ലാഭം പറയാം. ഇപ്പൊ ഈ രാശിക്കാർക്ക് ഒരു ഭൂമി വാങ്ങിക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ഭൂമി വിറ്റു പോവാനോ പുതിയത് വാങ്ങിക്കാനുള്ള അവസരങ്ങളാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ്, ഓട്ടോമൊബൈൽ പറയാം, എയറോനോട്ടിക് പറയാം, പോലീസ് വകുപ്പിൽ വരും. ഇപ്പം ടെസ്റ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിലും ഇപ്പം സെലക്ഷൻ ഇന്റർവ്യൂ ഇങ്ങനത്തെ അത് പോലീസ് വകുപ്പിൽ കിട്ടാനുള്ള വളരെ അവസരമാണ് കാണുന്നത് മീനക്കൂറുകാർക്ക്. അപ്പം പുരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി അടങ്ങുന്നതാണ് മീനക്കൂർ. 2 9-ാം ഭാവാധിപനായ ചൊവ്വ ഉച്ചസ്ഥനായിട്ട് 11-ൽ വരുന്നത് വളരെ പ്രത്യേകതയാണ്. ഈ 40 ദിവസം നമുക്ക് എന്തും നല്ല കാര്യങ്ങൾ നടക്കാനുള്ള അവസരമാണ് കാണുന്നത്. ഭൂമി ലാഭം പറഞ്ഞില്ലേ, ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർ ഇതിൽ കാണും. ഇവർക്കും ഈ കാലയളവ് നമുക്ക് പെട്ടെന്നുള്ള ധനാഗമം, അതായത് റിയൽ എസ്റ്റേറ്റിലൊക്കെ നല്ല വൻ ലാഭം കൊയ്യാനുള്ള അവസരം കാണുന്നു. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം, ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ ആയുധ സംബന്ധമായിട്ടുള്ള, അതായത് എങ്ങനെ പറയാം, അഗ്നി സംബന്ധമായിട്ടുള്ള. അപ്പൊ ഷെയർ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിലും ഈ കാലയളവ് നമുക്ക് വളരെ നല്ലതാണ് കാണുന്നത്. എന്തുകൊണ്ടും ഈ കുജമാറ്റം 1.5 കൊല്ലത്തിനൊരിക്കലാണ് ഉച്ചഭാവത്തിൽ വരുന്നത്. അതും 40 ദിവസമാണ് സഞ്ചാരം. മീനക്കൂറുകാർക്ക് വളരെ ഉന്നതിയിലെത്താനുള്ള അവസരം കാണുന്നു. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ചിങ്ങക്കൂറുകാർക്ക്. മകം പൂരം ഉത്തരാടങ്ങുന്നതാണ് ചിങ്ങക്കൂറ്. ഇവർക്ക് ഉപജയസ്ഥാനത്താണ് സഞ്ചാരം, അതായത് 6-ൽ. അതിൽ പ്രത്യേകിച്ച് മകം പൂരം നക്ഷത്രക്കാർക്ക് ഈ കാലയളവ് ഉന്നത പദവി യോഗം, ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലിയിലായിരിക്കുന്നവർക്ക് പെട്ടെന്നുള്ള അപ്പോയിന്റ്മെന്റ് വരാനുള്ള അവസരം കാണുന്നു. ടെസ്റ്റ് എഴുതി നിൽക്കുന്നവർ, അതെങ്ങനെ വകുപ്പ് പറയുകയാണെങ്കിൽ നമുക്ക് പോലീസ് വകുപ്പിലൊക്കെ ജോലി കിട്ടാനുള്ള അവസരം കാണുന്നു. മിലിറ്ററി സംബന്ധമായിട്ട് ജോലി കിട്ടാനോ അല്ലെങ്കിൽ എയറോനാട്ടിക് പഠിച്ചു നിൽക്കുന്നവർക്കൊക്കെ ഈ കാലയളവ് നമുക്ക് ജോലി കിട്ടാനുള്ള അവസരം കാണുന്നു. റെയിൽവേ സ്റ്റേജിൽ നിൽക്കുന്നവരാണെങ്കിലും പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡർ വരാനോ ജോലിയിൽ കയറാനുള്ള അവസരം കാണുന്നു. അപ്പം നമുക്ക് പറയുന്നത് അരസാംഗ ഗ്രഹമായ സൂര്യന്റെ മിത്രഗ്രഹമായ ചൊവ്വ, അതായത് കുജൻ, കാലചക്രത്തിന്റെ 10-ാം ഭാവത്തിൽ ഉച്ചസ്ഥനാവുന്നത് വളരെ പ്രത്യേകതയാണ്. അത്
പൊതുഫലം പറയുമ്പോൾ ഇപ്പം ഈ മകം പൂരം ഉത്തരം കാലിലൊക്കെ വളരെ നല്ലതാണ് കാണുന്നത്, മോശവശമല്ല. പിന്നെ ആ ചൊവ്വയുടെ വീട്ടിൽ വ്യാഴന്റെ സഞ്ചാരവും നമുക്ക് അനുകൂലമാണ്. എന്തുകൊണ്ടും ഇത് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. ഇപ്പം ഗൾഫിലൊക്കെ പോകാൻ നിൽക്കുന്നവരാണെങ്കിലും, ഇപ്പം ചിലർ ഫയർ ആൻഡ് സേഫ്റ്റി ഒക്കെ പഠിച്ചു നിൽക്കുന്നവരാണെങ്കിലും അവർക്കും ഗൾഫ് കൺട്രീസിലൊക്കെ ജോലി കിട്ടാനുള്ള അവസരം കാണുന്നു. ചിങ്ങക്കൂറുകാർക്ക്, അതായത് മകം പൂരം ഉത്തരം കാലം പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇപ്പം എഞ്ചിനീയറിംഗ് പഠനമോ അല്ലെങ്കിൽ മറ്റുള്ള എന്ത് പഠനമാണെങ്കിലും ഉന്നത വിജയം കൈവരിക്കാനുള്ള അവസരം കാണുന്നു. ബിസിനസ് മേഖലയിൽ നോക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർ, അഗ്നി സംബന്ധമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നവർ, ഇവർക്കൊക്കെ ഈ കാലയളവ്, അതായത് 2024 ഫെബ്രുവരി 5 മുതൽ മാർച്ച് 15 വരെ 40 ദിവസ കാലയളവാണ്. നമുക്ക് വളരെ ഉന്നതിയിലെത്താനുള്ള അവസരം കാണുന്നു. പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് വൃശ്ചികക്കാർക്ക്. വൃശ്ചികക്കാർക്ക് ഇപ്പം കണ്ടകശനി ആണെങ്കിലും, അതായത് വിശാഖകാല് അനിഴ തൃക്കേട്ട ഇവർക്ക് കണ്ടകശനി ആണെങ്കിലും ഈ കുജന്റെ രാശി മാറ്റം ജയസ്ഥാനത്ത് വരെയാണ്, 3-ാം ഭാവം. ഇവർക്ക് ഈ കാലയളവ് ജലരാശി ആകയാൽ ഇപ്പൊ പുറത്തു പോകാനൊക്കെ നിൽക്കുന്നവർ, ഇവർക്കൊക്കെ പെട്ടെന്നുള്ള ജോലി സാധ്യത കാണുന്നു. ഇപ്പൊ സ്വദേശത്താണെങ്കിലും പോലീസ് വകുപ്പിൽ ജോലി കിട്ടാനോ, റെയിൽവേയിൽ ജോലി കിട്ടാനോ, റെയിൽവേ പോലീസ് ഈ വകുപ്പിലൊക്കെ ജോലി കിട്ടാനുള്ള അവസരം കാണുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് നിൽക്കുന്നവർക്കൊക്കെ ഈ കാലയളവ് വളരെ നല്ലതാണ് കാണുന്നത്, മോശവശമല്ല. ഇപ്പോൾ 2024 ഫെബ്രുവരി 5 മുതൽ മാർച്ച് 15 വരെയാണ് കുജന്റെ സഞ്ചാരം ഉച്ചസ്ഥനായിട്ട് മാറ്റി സഞ്ചരിക്കുന്നത്. ഇതിൽ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും ഇവർക്ക് പദവി യോഗം വരാനുള്ള അവസരം കാണുന്നു. ഈ ഒരു 40 ദിവസം പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും, അതായത് ഇപ്പം കമ്മീഷൻ ബേസിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഈ കാലയളവ് വളരെ നല്ലതാണ് കാണുന്നത്. എന്തുകൊണ്ടും ഈ കുജമാറ്റം വൃശ്ചികക്കൂറുകാർക്കും വളരെ ഗുണപ്രദമായിരിക്കും. ശുഭമസ്തു.